ഇപ്പോൾ നിലപാടെന്നുള്ള വാക്കിനെ എങ്ങനെ നിർവചിക്കും? നിലപാടെന്ന് മാത്രമല്ല വിഷ്ണു, നമ്മൾ ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് ഒരു 99% ആൾക്കാർക്കും രാഷ്ട്രീയ ബോധമോ പല വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവോ ഇല്ല. അതുകൊണ്ട് തന്നെ അവർ അവരുടെ അറിവില്ലായ്മ ഒരു ആഘോഷമാക്കി മാറ്റുകയാണ് പലപ്പോഴും കാണുന്നത് ഞാൻ. ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ചരിത്രം മുഴുവൻ പരിശോധിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ഇന്ന് പറയുന്നതായിരിക്കത്തില്ല വൈകിട്ട് പറയുന്നതായിരിക്കത്തില്ല നാളെ പറയുന്നത്. ഉം. അപ്പോൾ ഇവരാരും പറയുന്നതൊന്നും ഇതുവരെയും കേട്ടിട്ടില്ല. ഇവർക്ക് ആകെ അറിയാവുന്ന ഒരാൾ അഖിൽമാരാണ്. അതെനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. പുതിയ ഉം. തലമുറയ്ക്ക് ആകെ അറിയാവുന്ന ഒരു രാഷ്ട്രീയക്കാരൻ അഖിൽമാരാർ മാത്രമായതുകൊണ്ടാണ്. അങ്ങനെയൊക്കെ ഉണ്ടോ അഖിൽ വരാറ്? അല്ല അല്ലെങ്കിൽ ആർഷയെ അറിയുന്നവരില്ലേ? ജയിക്കിനെ അയ്യോ അറിയുന്നവരില്ലേ? അയ്യോ ഇവരുടെയൊക്കെ അത് അറിയാമെന്നതല്ല ഞാൻ ആ. പറഞ്ഞത്. ഇവർ പറയുന്നത് ഇവരാരും നാളിതുവരെ കേട്ട് കാണത്തില്ല. ആ. അങ്ങനെ ഓക്കെ, ഓക്കെ, ഓക്കെ. കേട്ടിരുന്നെങ്കിൽ ഈ അഭിപ്രായത്തിനകത്ത് വരുന്ന വൈരുദ്ധ്യങ്ങൾ, വ്യത്യാസങ്ങൾ ഇതൊക്കെ ആഘോഷമാക്കാനുള്ള ആയിരക്കണക്കിന് വീഡിയോകൾ സമ്മാനിച്ചിട്ടുള്ള ആളാണ് ഈ പറഞ്ഞ ആർഷോയും, ഈ സകല ഉം. ഡിവൈഎഫ്ഐ നേതാക്കന്മാരും, സകല യൂത്ത് കോൺഗ്രസ് ഉം. നേതാക്കന്മാരും ഉം. ഉം. എല്ലാവരും. ഉം. ഉം. പക്ഷേ ഇതിനകത്ത് ഞാൻ എൻ്റെ കാര്യത്തിൽ കോൺഫിഡൻറ്റോടുകൂടി ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ ഒരു വിഷയത്തിൽ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾ എവിടെങ്കിലും ഒരു 10 സെക്കൻഡിൽ അടർത്തിയെടുത്ത് പ്രചരിപ്പിച്ചിട്ട് നിങ്ങൾ ആഘോഷിക്കുന്നതല്ലാതെ, ആ വിഷയത്തിൽ ഇപ്പം വിഷ്ണു എന്നോട് ചോദിക്കും, ഒരു വിഷയത്തിൽ നിങ്ങളുടെ ഇന്നലെ വരെയുള്ള അഭിപ്രായം അല്ലെങ്കിൽ നിലപാട് ഇതായിരുന്നില്ലേ? ഓക്കെ, അതാണോ അല്ലയോ മാറ്റിയിട്ടുണ്ടോ എന്ന് ഞാൻ ഇപ്പോൾ ചോദിക്കുമ്പോഴല്ലേ പറയാൻ പറ്റൂ. അല്ല ഞാൻ ഞാനേ ഇപ്പൊ രാഷ്ട്രീയം ഒരു സ്വീകരിച്ചു, ഇത് മാത്രമാണ് ഇവരങ്ങ് അഭിപ്രായ പറയുന്നത്. സ്ഥിരത ഒരു ദുർഭൂതമാണ്, ആ അതിലകപ്പെടരുതെന്ന് മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും അഖിലിന്റെ അഭിപ്രായങ്ങൾ മാറ്റുന്നതിലൊന്നും എനിക്കൊരു അഭിപ്രായങ്ങൾ മാറ്റണം. മാറ്റണം, മാറ്റണം. പിന്നെ അതാണ് അതൊരു വളർച്ചയാണ്, അതൊരു വികസനമാണ്, അത് ഞാൻ ഉൾക്കൊള്ളുന്നു. പക്ഷെ ഇപ്പൊ നോക്കൂ, ഇപ്പൊ കോൺഗ്രസ് ബി.ജെ.പി ഇപ്പൊ നമുക്ക് ഒരു കോൺഗ്രസ് മെമ്പർഷിപ്പ് ഒന്നും ഇല്ലെങ്കിലും ഏഹ്, ഒരു സ്ഥിരബുദ്ധി വെച്ച് ആലോചിക്കുമ്പോൾ അറിയാം അഖിൽ ഇത്രയും കാലം കോൺഗ്രസുമായി ചേർന്ന് നിന്ന് അവരുടെ ആശയങ്ങളുമായി അടുത്ത് നിന്ന് പോയിരുന്ന ഒരു വ്യക്തിയാണ്. അല്ല വിഷ്ണു, അതും തെറ്റാണത്. ഇതെന്താ കുഴപ്പമെന്ന് വെച്ചാൽ, ഞാനൊരു കാര്യം ഇപ്പൊ ചോദിക്കട്ടെ. ഉമ്മൻചാണ്ടിയുമായി 1.5 ഉണ്ടായ വർഷങ്ങൾക്ക് മുമ്പ് വിവാദങ്ങളിലൊക്കെ ഇല്ല. പോസിറ്റീവായി അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കുന്ന ഒരാളെ കോൺഗ്രസ് ആയിട്ട് അനുഭാവിയായിട്ടല്ലേ കരുതാനാവുള്ളൂ. അതെ, ഞാൻ ബി.ജെ.പിയിൽ വന്നതിന് ശേഷം എന്നോട് ഏതോ ഒരു ഇന്റർവ്യൂവർ ചോദിച്ചു ഏറ്റവും ആരാധനയുള്ള നേതാവ് ആരാണെന്ന്. ഉമ്മൻചാണ്ടി എന്നാണ് പറഞ്ഞത്. ഉം, ഉം, ഉം. ഇത് മാറ്റുമ്പോഴല്ലേ നിങ്ങൾ എൻ്റെ അഭിപ്രായം മാറിയോ ഇല്ലെന്ന് ചോദിക്കേണ്ടത്. ഞാൻ ഈ ഈ ഇലക്ഷന് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ ഒരു ഓൺലൈൻ മീഡിയ എന്നോട് ചോദിച്ചപ്പോൾ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ നേതാവ് ആരാണ്, ഞാൻ ഉമ്മൻചാണ്ടി എന്ന് തന്നെയാണ് അവിടെയും പറഞ്ഞത്. പിന്നെ ഇനി ഏതാ ഞാൻ പറയും, ഒരു വിഷയം ചോദിക്കൂ, അപ്പോഴല്ലേ നമുക്ക് അത് അപ്പൊ തിരുത്തിയോ ഇല്ലയോ. കോൺഗ്രസിനോട് ഒരു കാലത്തും ഒരു അല്ല, അതായത് ആശയത്തിനോട് ഒരിക്കലും ഒരു ആരാധന തോന്നിയിട്ടേ ഇല്ല. ആശയം ഞാൻ അന്നും ഇന്നും പറയുന്നത് കോൺഗ്രസിന്റെ ആശയം ഇല്ല. ഈ രാജ്യത്ത് കോൺഗ്രസിന്റെ ഒരു ആശയമില്ല. നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ ഞാനിത് പറഞ്ഞതാണ്. പിന്നെ ആകെ കൂടി നമുക്കുള്ളത് മനുഷ്യനെ മതേതര ബോധത്തോടുകൂടി കാണുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിലും ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ വ്യക്തികളോടുള്ള വ്യക്തിപരമായിട്ടുള്ള ചില ഇഷ്ടങ്ങൾ. ഉം, ഞാൻ രമേശ് ചെന്നിത്തലയെ പറ്റിയിട്ട് ഒരു കുറ്റവും ഞാൻ പറഞ്ഞിട്ടില്ല. ഉം, വി ഡി സതീശനെ പറ്റിയിട്ട് ഞാൻ ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. 1.5 വർഷം മുമ്പ് പക്ഷേ ഞാൻ പറഞ്ഞിരുന്നു. ഉം. 1.5 വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസിന്റെ അനുഭാവി എന്തിനാ പ്രതിപക്ഷ നേതാവിനെ കുറ്റം പറയേണ്ട കാര്യം? എന്തിനാണ് സവർക്കർക്ക് ആശംസകൾ നേരേണ്ട കാര്യം? ഉം, അതാ ഞാൻ ചോദിച്ചത്, സവർക്കർക്ക് ആശംസ നേരുന്നത് കോൺഗ്രസ്സുകാരനാണോ? ഉം. അതല്ല എന്നുണ്ടെങ്കിൽ എമ്പുരാൻ ഇറങ്ങിയ സമയത്ത് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നത്തിൽ ഒരു ഭാഗം മാത്രം കാണിച്ചു എന്ന് പറയുന്ന ഞാൻ തൊട്ട ഒരൊറ്റ ആഴ്ച മുന്നേ പങ്കെടുത്തത് നിയമസഭയിൽ നടന്ന ഇഫ്താർ പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് വിളിച്ചിട്ട് അവിടെ അതിഥിയായി പങ്കെടുത്ത ഒരാളാണ് ഞാൻ. പക്ഷേ ഞാൻ ഈ അതിഥിയായി പങ്കെടുത്ത സമയത്ത് എന്നെ ആഘോഷിക്കുന്ന കോൺഗ്രസ്സുകാർ ഞാൻ എമ്പുരാൻ വിഷയത്തിൽ നിലപാട് പറഞ്ഞ സമയത്ത് എന്നെ സംഘി എന്നാണ് വിളിച്ചത്. ഞാൻ സവർക്കറെക്ക് ആശംസ നേർന്ന സമയത്ത് എന്നെ സംഘി എന്നാണ് വിളിച്ചത്. ഞാൻ സുരേഷ് ഗോപി ജയിക്കുമെന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പറഞ്ഞ സമയത്തും എന്നെ സംഘി എന്നാണ് അതാ ഞാൻ പറഞ്ഞത്. ഒരു വിഷയത്തിൻ്റെ ശരികൾ ഞാൻ പറഞ്ഞപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ നേതാക്കന്മാർക്കും ചെറുപ്പക്കാർക്കും ഞാൻ പറഞ്ഞ വിഷയങ്ങൾ അവർക്ക് ഇഷ്ടമായതുകൊണ്ട്, അവർക്ക് ആവശ്യമായതുകൊണ്ട്, സർക്കാരിനെതിരെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനമായതുകൊണ്ട് അവരത് ആഘോഷിച്ചു. അല്ല ഞാൻ പറയുന്നത് ഇപ്പൊ ഇപ്പുറത്തത് അവർ ശ്രദ്ധിക്കാനേ പോയില്ല. അഭിപ്രായങ്ങൾ മാറുന്നത് ഞാൻ യോജിക്കുന്നു. ആ, അതൊരു തെറ്റല്ല. അഭിപ്രായങ്ങളും പലതും മാറിയിട്ടില്ല മാറട്ടെ, എന്നുള്ളതാണ് മറ്റൊരു മാറട്ടെ. സത്യം. അതങ്ങനെ വരട്ടെ. ഇപ്പൊ എല്ലാ കാലത്തും കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത ഇപ്പം ആ ഓ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നത് കമ്പ്യൂട്ടറിലാണ്. അത് മൊത്തം അങ്ങനെ അത് നമ്മൾ അത് പറയാൻ തുടങ്ങിയാൽ നമുക്ക് അങ്ങനെ ഒരു ഫുൾ ആവട്ടെ, ഇന്റർവ്യൂ അതങ്ങനെ ആവട്ടെ. വേണ്ടി അത് വരും. അഭിപ്രായങ്ങൾ പിന്നെ മാറട്ടെ. ഒറ്റ വരിയിൽ ഞാൻ പറയാം എന്താണ് എൻ്റെ നിലപാടെന്ന് ചോദിച്ചാൽ, ഒറ്റ നിലപാടേ അന്നും ഇന്നും ഉള്ളൂ. സത്യത്തിനൊപ്പം ചേർന്ന് നിന്ന് സംസാരിക്കുക. അത് ആ ഉം. വിഷയത്തിന്റെ സത്യമായിരിക്കും. അല്ല ഞാൻ ഇപ്പൊ ഒരു പാർട്ടിക്ക് ഒരു ബേസ് ഉണ്ടാവില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ 2 പാർട്ടിയും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല എന്ന് അഖിൽ പറയുമ്പോഴും ശരിയാണ്. രണ്ടും റൈറ്റ് വിങ് ആണ്. പക്ഷെ അവിടെയും കോൺഗ്രസ് കുറച്ചുകൂടി സെൻട്രൽ ലെഫ്റ്റ് ആണ് അഖിൽ. ഇപ്പൊ കോൺഗ്രസിന്റെ സെൻട്രൽ ലെഫ്റ്റ് വി ഡി സതീശനൊക്കെ ആ ഒരു കാറ്റഗറിയാണ്, അതായത് സെൻട്രൽ ഇപ്പോ ലെഫ്റ്റ് ആണ്. കോൺഗ്രസ് എടുത്ത് നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ പല പോളിസീസ് ഒക്കെ എടുത്ത് എനിക്ക് അവരുടെ നോക്കുകയാണെങ്കിൽ തീരെ ഇഷ്ടമല്ല അവരെ അക്കാര്യത്തിൽ. ഞാൻ ഭയങ്കരമായിട്ട് അല്ല ഞാൻ പറയണെങ്കിൽ എതിർക്കുമായിരുന്നു അവർക്ക്. ഇപ്പൊ ബി.ജെ.പി എടുത്ത് നോക്കുകയാണെങ്കിൽ ബി.ജെ.പിയുടെ ഒരു പോളിസി തന്നെ അവരുടെ ഒബ്ജക്റ്റീവ് തന്നെ മിനിമം ഗവർണൻസ് മാക്സിമം ബിസിനസ് എന്നാണ്. ഞാൻ ഏത് പാർട്ടിയിലാ? അല്ല ഞാൻ പറയട്ടെ. അല്ലെങ്കിൽ ഇപ്പൊ എൻ.ഡി.എയുടെ ആണെങ്കിലും എൻ ഡി എ അത് മുന്നണിയാണ്. അല്ല ഞാൻ പറഞ്ഞത് അത് ശരി. അപ്പൊ നോക്കൂ, അപ്പൊ മിനിമം ഗവർണൻസ് മാക്സിമം ബിസിനസ് എന്നാണ് ബി.ജെ.പിയുടെ നയം.
ഇപ്പൊ NDAക്ക് BJP ഒഴിവാക്കിക്കൊണ്ടൊരു നയപ്രഖ്യാപനം സാധ്യമാവില്ലല്ലോ. അവിടെ BJP നിൽക്കട്ടെ, നയിക്കുന്ന NDA. അത് അവിടെ നിൽക്കട്ടെ, അത് അവിടെ നിൽക്കട്ടെ. ഇപ്പം മതേതരത്വം എടുത്ത് നോക്കുകയാണെങ്കിൽ ഹിന്ദുത്വയിൽ ഊന്നിക്കൊണ്ടുള്ള മതേതരത്വമാണ് പലപ്പോഴും ആ, BJP പ്രചരിപ്പിച്ചിട്ടുള്ളത്. ഹിന്ദുത്വ ദേശീയ ബോധമാണ് അവരുടെ ഹിന്ദുത്വ കൾച്ചറൽ ദേശീയ ബോധമാണ് അവരുടെയാണ്, അതാണ് അവരുടെ ബേസ്. ഇപ്പൊ കോൺഗ്രസിനുള്ള ഒരു ഫെഡറൽ സ്വഭാവം ഉണ്ടല്ലോ, അതായത് നിയമവൈവിധ്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഒരു സ്വഭാവം. അതായത് ഇപ്പൊ കാശ്മീരിന് പ്രത്യേക പദവി കൊടുത്തത് ആ നിയമവൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുകയും ബഹുമാനിക്കുകയും ചെയ്തതാ. മറ്റിടത്ത് നോക്കിയപ്പോൾ അത് ദേശീയയുടെ ഭാഗമായിക്കൊണ്ടാണല്ലോ അത് എടുത്തു കളഞ്ഞത്. ഞാൻ ഇതിന് വളരെ ഫാക്ച്വൽ ആയിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഗുണം ഉണ്ടായി. BJPയുടെ അലൈൻ ചെയ്ത് നിൽക്കുമ്പോൾ 2020 അങ്ങനെ വേറൊരു ഘട്ടകവിരുദ്ധമായ നിലപാടൊന്നും എടുക്കാനൊന്നും നിലവിൽ സാധ്യതയില്ല. അത് ഞാൻ പറഞ്ഞു, അതൊക്കെയാണ് നമ്മുടെ ഈ പുതിയ തലമുറ. ആദ്യം ഇവർക്ക് എന്താണ് മുന്നണി രാഷ്ട്രീയം, ആ എന്താണ് ഒരു രാഷ്ട്രീയ പാർട്ടി, ഇതൊന്നും ഇവർക്ക് അറിയത്തില്ല. ഇപ്പം 2020 എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കുടെ തീരുമാനം എടുക്കുന്നത് സാബു ജേക്കബാണ്. ഉം. അദ്ദേഹം പറയുന്ന ആശയങ്ങളും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളും പ്രചരിപ്പിക്കുക, അതിനെ സപ്പോർട്ട് ചെയ്യുക, അതിനെ സംസാരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്തം. BJPക്ക് ഇഷ്ടം പോലെ നേതാക്കന്മാർ രാജ്യത്തുണ്ട്. BJPയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും ഇപ്പം BJP നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉത്തരേന്ത്യയിലോ കേരളത്തിലോ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഭംഗിയായി കൈകാര്യം ചെയ്യാനുള്ള ശേഷി BJPക്കുണ്ട്. അല്ല BJPയുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകനെ ഒരു CPM-കാരൻ അടിച്ചാൽ 2020 ആള് പോയല്ല തിരിച്ചടിക്കുന്നത്. അതേസമയം നമുക്കൊരു അധികാരത്തിലെത്താൻ വേണ്ടിയിട്ട് ഈ രാജ്യം ഭരിക്കാൻ, രാജ്യത്തിൻ്റെ ഭരണപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കോ സംസ്ഥാനത്തിൻ്റെ ഭരണപരമായ ആവശ്യങ്ങൾക്കോ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, ഇവിടെ നമ്മൾ ഒറ്റയ്ക്ക് നിന്നാൽ ജയിക്കാനുള്ള സാഹചര്യം കുറവായതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങൾക്കൊപ്പം ചേർന്നാൽ നമുക്ക് ഒരുമിച്ച് ഈ രാജ്യത്തെ നയിക്കാൻ മുന്നോട്ട് പോകാമെന്നുള്ള ചിന്ത വന്നപ്പോഴാണ് സാബു ജേക്കബ് ഇത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ പോകുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, കിഴക്കമ്പലത്ത് വലിയ ഭൂരിപക്ഷത്തിൽ 2020 ജയിക്കുമ്പോൾ 2020യെ തോൽപ്പിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല, CPM-ന് കഴിയുന്നില്ല. അപ്പോൾ ഇവർ ചെയ്ത പരിപാടി എന്താ? CPM-ഉം കോൺഗ്രസും ഒന്നിച്ച് സ്വതന്ത്ര ചിഹ്നത്തിൽ SDPയെ ഉൾപ്പെടെ കൂടെ കൂട്ടി 2020യെ പരാജയപ്പെടുത്താൻ മത്സരിക്കുന്നു. അങ്ങനെ ഇത്രയും വലിയ ഒരു രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും കൂടെ ചേർന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യുമ്പോൾ എത്ര കാലം ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും? അൾട്ടിമേറ്റ്ലി നിലനിൽപ്പാണ് പ്രശ്നം. മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം എന്നാണ് കൃഷ്ണൻ ഗീതയെ പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മളുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര, 2020യുടെ ലക്ഷ്യം നാടിൻ്റെ വികസനമായിരുന്നു, ജനക്ഷേമമായിരുന്നു. അപ്പം നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് തടസ്സം വരാനുള്ള സാഹചര്യം ഭാവിയിൽ സൃഷ്ടിക്കപ്പെട്ടേക്കാം, ഈ ബാക്കിയുള്ള എല്ലാവരോടും ചേർന്ന് ഒന്നിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഡെവലപ്മെൻറ്റ്സിൻ്റെ കാര്യത്തിൽ രാജ്യത്ത് ഒരു രീതിയിലും ഒരാൾക്കും എതിരഭിപ്രായമില്ലാത്ത ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഭരിക്കുന്ന സ്ഥലത്ത് അദ്ദേഹവുമായി ചേരാൻ നമ്മൾ എന്തിനാണ് മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം? ലക്ഷ്യമല്ല മാർഗമാണ് പ്രധാനം എന്ന് പറയുന്നത്. അതെ. ഇനിയിപ്പോ സാബു ജോൺ പറയാണ് NDA വേണ്ട, നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് വേണ്ട, നമുക്ക് ഇനി ഐക്യരാഷ്ട്ര മുന്നണിയിലേക്ക് പോവാം. ഐക്യജനാധിപത്യ മുന്നണി. അപ്പോഴും അഖിലും അതേ നിലപാട് ഉൾക്കൊള്ളേണ്ടി വരില്ലേ? അല്ല, അത് അത് പ്രായോഗികമാവോ? അല്ല, അത് അങ്ങനെ തന്നെയാണല്ലോ. അതാണല്ലോ പ്രാക്ടിക്കലി. ഇപ്പോൾ KM മാണി സാറിനെ നിയമസഭയിലിട്ട് ആക്ഷേപിച്ച് ചീത്ത വിളിച്ച് അങ്ങനെ വഴിയിലിട്ട് തടഞ്ഞ് മുണ്ടും പൊക്കി ശിവൻകുട്ടി മേളിൽ നിന്നതും ബോധം കെട്ട് കിടന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ഉളുപ്പില്ലാത്തവന്മാർ ഈ മാണി സാറിനെ വഴിയിലിട്ട് തടഞ്ഞ് നമ്മൾ ആഷികപ്പ് ഉൾപ്പെടെ 500 രൂപ കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപിച്ചിട്ട് ഇതേ മാണി സാറിന് ജയിം വിളിച്ച് നടന്നു, ഇതേ ജോസ് കെ മാണിക്ക് വേണ്ടി വോട്ടും പിടിച്ച് നടന്നു, ഇതേ ജോസ് കെ മാണി ഇത്രയും തൻ്റെ അച്ഛനെ ഇത്രയും ആക്ഷേപിച്ച ആൾക്കുടെ അതേ പാർട്ടിയിൽ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. അത് മുന്നണി രാഷ്ട്രീയത്തിലേക്ക് എത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അത് അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർ അങ്ങനെ ചെയ്തു. ഇപ്പം ഞാൻ പറഞ്ഞത് 2020 എന്ന് പറയുന്ന ഒരു ആശയം കഴിഞ്ഞ 14 വർഷമായിട്ട് ഒറ്റയ്ക്ക് നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതാണ്. അപ്പം അവരുടെ ആശയത്തെ BJP ആണ് സ്വീകരിക്കുന്നത്. ഇന്നും കഴിഞ്ഞ ദിവസവും സാബു സാറിൻ്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ നാളിതുവരെയും ഒരാളെടുത്തോട്ടും ഒരു കാര്യത്തും പറഞ്ഞു പോയിട്ടില്ല. കോൺഗ്രസ് ഞങ്ങളെ കൂടെ കൂട്ടാൻ വേണ്ടി ബന്ധപ്പെട്ടിട്ടുണ്ട്, പോയിട്ടില്ല. LDF നമ്മളോട് വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം, ഇപ്രാവശ്യം വന്നില്ല, മുൻപ് വന്നിട്ടുണ്ട്, നമ്മൾ പോയിട്ടില്ല. ഇപ്രാവശ്യം BJP വന്ന സമയത്ത് ഈ രണ്ട് മുന്നണികളും കൂടെ ഒരുമിച്ച്, രണ്ട് പാർട്ടികളോടും കൂടെ ഒരുമിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ BJPക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ചിന്തയിൽ നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ തങ്ങളുടെ നിലനിൽപ്പില്ലാതാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമെന്ന് കണ്ടപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി, അല്ലാതെ കിറ്റക് സാബു 10,000 കോടി ആസ്തിയുള്ള ഒരു മനുഷ്യന് എന്തിനാണ് ഒരു കിഴക്കമ്പലത്ത് ഒരു പഞ്ചായത്ത് ഭരിക്കാൻ ഭ്രാന്തോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇൻറ്റൻഷൻ മറ്റൊന്നാണ്. നാട്ടിൽ അങ്ങേർക്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങേരുടെ ബുദ്ധിയും അങ്ങേരുടെ കഴിവ് ഉപയോഗിച്ച് അത് ഒരു നാട്ടിലേക്ക് എങ്ങനെ മനോഹരമാക്കി കൊണ്ടുവരാമെന്നുള്ളൊരു പ്ലാൻ. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിജിക്ക് ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഇഷ്ടപ്പെടുകയും മാനിഫെസ്റ്റോ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും സാബു ജേക്കബിനെ ഏൽപ്പിക്കണമെന്ന് പറയുകയും അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സാബു ജേക്കബിന്റെ ഈ ആക്രമണോത്സവത ഉണ്ടല്ലോ, പ്രത്യേകിച്ച് റിപ്പോർട്ടർ TVയുമായി ബന്ധപ്പെട്ടിട്ട്, അതിപ്പം പൂട്ടുമിക്കാറ്. അല്ല, ഞാൻ പറഞ്ഞത് അതിന്റെ യുക്തി എന്താ? ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കൂ, അദ്ദേഹം റിപ്പോർട്ടർ TVയുടെ പല കാര്യങ്ങളും അദ്ദേഹത്തെ വേദനിപ്പിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തൊഴിലെടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന് സംരംഭകനാണ്, അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഹനിക്കപ്പെടുന്നതുകൊണ്ടാണ്. ഇപ്പോൾ സാബു ചെയ്യുന്നതും
മറ്റൊരു രീതിയിൽ റിപ്പോർട്ടർ ടി വിയെ നടത്തിപ്പിച്ചു കൊണ്ടുപോയില്ല എന്ന് പറയുമ്പോൾ അവിടെയും മറ്റൊരു സംരംഭകൻ വേദനിക്കുന്നുണ്ടല്ലോ. എന്റെ പൊന്നു വിഷ്ണു, മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്ന സംരംഭകനാ. അതില്ല അല്ലേ? അതില്ല അതില്ല അതില്ല. കഞ്ചാവ് കച്ചവടം ചെയ്യുന്ന സംരംഭകൻ. നിയമപരമായിട്ടാണ് രണ്ടുപേരും പോകുന്നത്. അങ്ങനെ അവിടെ അങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞ മനസ്സിലാക്ക്. illogical-ആയി സംസാരിക്കല്ലേ. അല്ലല്ല, സംരംഭകനെ സപ്പോർട്ട് ചെയ്യാൻ വന്നേക്കുന്നത് കച്ചവടം. Illogical-ആയി സംസാരിക്കല്ലേ. ഞാൻ ലോജിക്കലി ഇപ്പൊ നാട്ടിൽ കള്ളക്കടത്ത് നടത്താതെ ജീവിക്കാൻ വയ്യല്ലോ ഗുരുവായൂരപ്പ പറയുന്നത്. അത് തന്നെ ഞാൻ പറയുന്നത്. അതിപ്പോ കരവന നടത്തുന്ന മറ്റേ സിനിമ കള്ളക്കടത്തുകാർക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. അതായിരിക്കും ആൻഡോ പറയുന്നത്. ഏതാ റിപ്പോർട്ടറിന്റെ കാര്യം? രാജ്യസുരക്ഷയുടെ ഭാഗമായിട്ട്, ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസിന്റെ ഭാഗമായിട്ട് സെക്യൂരിറ്റി ക്ലിയറൻസ് ഇല്ല. അപ്പം പിന്നെ ഈ ചാനൽ നടത്താൻ പറ്റുമോ? അത് പൂർണ്ണമായിട്ടില്ല അന്വേഷണം ഇല്ല എന്നുള്ള സ്ഥിതി. ഇതിനകത്ത് ഞാൻ വേറൊരു രസം പറയാം കേട്ടോ. ഞാൻ 2020 ചേരാൻ പോകുന്നു. അപ്പം ഈ റിപ്പോർട്ടർ ചാനലിന്റെ ലോ ഡിപ്പാർട്ട്മെന്റിലെ ഉള്ള ഒരു അഡ്വക്കേറ്റ് എൻ്റെ അടുത്ത സുഹൃത്തു കൂടിയാണ്. ഇദ്ദേഹം എനിക്കൊരു മെസ്സേജ് അയച്ചു. അഖിൽജി വളരെ ശ്രദ്ധിക്കണം, ഏത് നിമിഷവും സാബു ജേക്കബിനെ ഞങ്ങൾ പൂട്ടും. അതിനുള്ള കംപ്ലീറ്റ് ഡേറ്റയും റിപ്പോർട്ടറിൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഈ തീരുമാനം വളരെ ശ്രദ്ധിച്ചെടുക്കണം. കാര്യം സാബു ജേക്കബിനെ പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ 2020 പ്രശ്നമാവുന്നു, അഖിൽമാരാർക്കും അതുകൊണ്ട് പ്രശ്നമാവട്ടെ. ഒരു സ്നേഹം കൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഞാൻ തിരിച്ചൊരു മെസ്സേജ് അയച്ചു, താമസിയാതെ റിപ്പോർട്ടർ പൂട്ടു, നിങ്ങൾ വേറെ വല്ല കാര്യം നോക്കി പോക്കോ. പൂട്ടുന്ന പ്രശ്നമൊന്നും ചോദിക്കുന്നില്ലല്ലോ അഖിൽമാരാർ. ബ്രോഡ്കാസ്റ്റിംഗ് അപ്ലൈ ചെയ്യാവുന്നതാണ്. പറ്റത്തില്ല. അയ്യോ, നീ അത് വലിയ ഇത് മറ്റേതുപോലെ നിസ്സാരമായിട്ട് കാണണ്ട. സെക്യൂരിറ്റി ക്ലിയറൻസ് എന്ന് പറയുന്നത്, രാജ്യസുരക്ഷയൊക്കെ ബന്ധപ്പെട്ട് വലിയ സെക്യൂരിറ്റി വിഷയമാണ് ഈ ക്ലിയറൻസ് എന്ന് സമയത്ത്. പറയുന്നത് വളരെ ഗുരുതരമായിട്ട് ഉള്ള ഒരു പ്രശ്നം. ഒന്നാമത്തെ കാര്യം, ഇത് ആൻഡോയുടെ പേരിൽ ലൈസൻസ് ഇല്ല. ഇത് നികേഷ് കുമാറിന്റെ പേരിലാണ് ഈ ലൈസൻസ് ഉള്ളത്. അദ്ദേഹത്തിന്റെ വൈഫിന്റെയും കൂടെ പേരിലാണ്. അതെ. അദ്ദേഹത്തിന്റെ വൈഫ് എനിക്ക് തോന്നുന്നു ഇവർക്കെതിരെ നേരത്തെ കേസോ മറ്റോ എന്തോ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി റിപ്പോർട്ടർ ചാനലിനകത്തെന്നല്ല, രാജ്യത്തെ ഏത് സിസ്റ്റം, ഇപ്പൊ മീഡിയ വണ്ണിനെതിരെ ഇടയ്ക്ക് ഒരു പ്രശ്നം വന്നില്ലായിരുന്നോ? അതിനെക്കാട്ടിയൊക്കെ 10 ഇരട്ടി ഗുരുതരമാണ്. മീഡിയ വൺ ഒരു പർട്ടിക്കുലർ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതിന്റെ ഫലമായിട്ട് പോയൊരു പ്രശ്നമാണ്. ദേശീയതയുമായി ഇത് ബന്ധപ്പെട്ട ഇത് വേറെ വിഷയമാണ്. ഇത് പ്രവർത്തിക്കാനുള്ള ലൈസൻസും കാര്യങ്ങളും ഇത്രയും കാലവും ഇതൊന്നും ആരും ശ്രദ്ധിക്കാഞ്ഞോണ്ടാ. സാബു ജേക്കബ് അതിന്റെ കൃത്യമായിട്ട് അതിന്റെ പിന്നാലെ പോയി അതിനെതിരെ കേസ് കൊടുത്തു. പിന്നെ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിലെ മാധ്യമ സംസ്കാരത്തെ ഇല്ലാതാക്കിയ ഒരു ചാനലായിരുന്നില്ലേ ഒരു സമയത്ത് റിപ്പോർട്ടർ ചാനൽ? അതും റിപ്പോർട്ടറിന്റെ തലയിൽ മാത്രം ഞാൻ വെറുതെ പറഞ്ഞതല്ല. വാർത്ത അവതരിപ്പിക്കുന്നത് ഒരു സർക്കസ് കാർണിവൽ പോലെ ആയിട്ട് നാളെ കുറേയായില്ലേ? പല ആൾക്കാരും ഈ ബിഗ് ബോസിനെ കുറ്റം പറയാറില്ലേ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ബിഗ് ബോസിൽ പോയെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കാറില്ലേ? എന്താണ് റിപ്പോർട്ടറിൽ നടക്കുന്നത്? 4 പേരിരുന്ന് 4 അഭിപ്രായം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുന്ന കാണാൻ പ്രേക്ഷകർ കൂടി. ഇതല്ലേ ബിഗ് ബോസ്? ബിഗ് ബോസിലെ 18 പേർ 18 അഭിപ്രായങ്ങൾ പറയുമെന്നും അതിന്റെ പേരിൽ ഇവർ കിടന്ന് അടിയുണ്ടാക്കുമെന്നും വിവിധങ്ങളായിട്ടുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങളിൽ ജനങ്ങൾ ശരികൾ കണ്ടെത്തണം. ഇതാണല്ലോ ബിഗ് ബോസിന്റെ രീതി. ആലോചിച്ച് നോക്കൂ. മാറുന്ന കാലത്താണ് ന്യൂ ഏജ് ജേർണലിസത്തിനോട് നമ്മൾ തുടങ്ങണം. മാധ്യമ പ്രവർത്തകൻ എന്തിനാണ് രാഷ്ട്രീയം പറയുന്നത്? അവൻ സത്യം പറഞ്ഞാൽ പോരെ? ഇപ്പൊ ഈ കഴിഞ്ഞ 8 വർഷം ഞാനൊരു സ്വതന്ത്ര വ്യക്തി, ഒരു സ്വതന്ത്ര ഇന്ത്യ, ഈ രാജ്യത്ത് ഏറ്റവും സ്വാതന്ത്ര്യമുള്ള ആളാണ് ഒരു സ്വതന്ത്ര ഇന്ത്യൻ പൗരൻ. അവന് മാത്രമേ എല്ലാം തുറന്നു പറയാൻ പറ്റൂ. സർക്കാർ ഉദ്യോഗസ്ഥന് പറയാൻ പറ്റത്തില്ല, ഭരണാധികാരികൾക്ക് പറയാൻ പറ്റത്തില്ല, നമ്മുടെ ജനപ്രതിനിധികൾക്ക് പറയാൻ പറ്റത്തില്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇതൊക്കെ എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് പറയാം. ഇനി എനിക്കത് പറ്റത്തില്ല. കാര്യം ഞാനിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായതുകൊണ്ട് എനിക്ക് നിയന്ത്രണങ്ങളുണ്ട്. അപ്പം നിയന്ത്രണങ്ങൾ ഇല്ലാതിരുന്ന ഒരു സ്വതന്ത്ര ഇന്ത്യൻ പൗരന്റെ സ്വാതന്ത്ര്യമായിരുന്നു അഭിപ്രായങ്ങൾ തുറന്നു പറയുക എന്നുള്ളത്. ആ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന സമയത്ത് ചില അഭിപ്രായങ്ങൾ കോൺഗ്രസിന് അനുകൂലമായിരുന്നു, ചില അഭിപ്രായങ്ങൾ BJPക്ക് അനുകൂലമായിരുന്നു. ഓരോരുത്തരും അവർക്ക് വേണ്ടത് സ്വീകരിച്ചു, അല്ലാത്തപ്പോൾ തള്ളിക്കളഞ്ഞു. ഞാൻ രാഷ്ട്രീയം സ്വീകരിച്ച സമയത്ത്, രാഷ്ട്രീയം മാറി എന്ന് പറയുന്നത് ശരിയല്ല, ഞാൻ രാഷ്ട്രീയം സ്വീകരിക്കുന്ന സമയത്ത് അതേ സ്വതന്ത്ര കാഴ്ചപ്പാട് പിന്തുടരുന്ന, ഡെവലപ്മെന്റ്സ് മാത്രം പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലാണ് ഞാൻ ചേരുന്നത്. പക്ഷേ എന്താണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ കാഴ്ചപ്പാടെന്നോ എന്താണ് ഒരു മുന്നണി രാഷ്ട്രീയമെന്നോ മനസ്സിലാക്കാത്ത നമ്മുടെ പുതിയ തലമുറ വെറുതെ നമുക്കെതിരെ വീഡിയോസ് ഇട്ട് ആഘോഷിക്കുന്നു. ബിഗ് ബോസ് 2-3 ദിവസം നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് വെച്ച് മനസ്സിലാക്കാലോ അഖിൽമാരാ. അങ്ങനല്ല പറഞ്ഞത്. അവരെന്താ പറഞ്ഞു? ഞാൻ എൻ്റെ അടുത്ത് ബിഗ് ബോസ് ഗുണം ചെയ്യില്ലേ എന്നൊരു ചോദ്യം ചോദിക്കുന്നു. അപ്പൊ ഞാൻ പറയുന്നു, ഒരു സെലിബ്രിറ്റി വാല്യൂം ഗുണം ചെയ്യില്ല. പക്ഷേ ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചെല്ലാൻ വേണ്ടിയിട്ടും ജനങ്ങൾക്ക് തിരിച്ചറിയാൻ ഈ പോപ്പുലാരിറ്റി നമുക്ക് ഗുണം ചെയ്യും. പിന്നെ ഞാൻ വളരെ കാഷ്വലി പറഞ്ഞൊരു കാര്യമാണ്, 100 ദിവസം ഈ ബിഗ് ബോസിൽ ജനത എന്നെ കണ്ടതാണ്. അവർക്ക് എൻ്റെ നല്ല സ്വഭാവങ്ങൾ അറിയാം, എൻ്റെ മോശം സ്വഭാവങ്ങൾ അറിയാം. എല്ലാം കണ്ട ജനതയ്ക്ക് വളരെ എളുപ്പമാണ് നമുക്കൊരു വോട്ട് കൊടുക്കണോ വേണ്ടയോ തീരുമാനിക്കാൻ. അത് ഞാൻ ചോദിക്കുന്നത്, ഒരു റിയാലിറ്റി ഷോയിലെ പെർഫോമൻസ് ഒക്കെ വോട്ടായി കൺവേർട്ട് ആവും? പെർഫോമൻസ് അല്ലല്ലോ അത്. അതിനകത്ത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഒരു ജനപ്രതിനിധി ക്യാരക്ടർ അനാലിസിസ് കിട്ടി, അതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പം പറയാറില്ലേ, ഇവൻ നമ്മളെ നാട്ടിലുള്ള പയ്യനാ, അവനെ ഞാൻ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ചെറുക്കനാ, അവന് ഞാനൊരു വോട്ട് കൊടുക്കും എന്ന് പറയുന്ന കണക്ക് 100 ദിവസം 24 മണിക്കൂർ നമ്മളെ കണ്ട ഒരാൾക്ക് നമ്മുടെ ഗുണവും ദോഷവും ഒക്കെ അറിയാം. ഫേവറിസം അല്ലടാ. അപ്പൊ അതായത് നമ്മുടെ വീട്ടിൽ അയൽപ്പക്കത്തുള്ള ഒരു പയ്യനെ നമുക്ക് അറിയാവുന്നത് കൊണ്ടാണല്ലോ അവൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്നത്. അതേ കണക്ക് ഇവ സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ കഥാപാത്രമായിട്ടല്ലേ പെർഫോം ചെയ്യുന്നത്. ഇത് ഞാനവിടെ അഖിൽമാരാരെന്ന് പറയുന്ന വ്യക്തിയായിട്ടല്ലേ അവിടെ നിൽക്കുന്നത്. ആ വ്യക്തിയുടെ നല്ലതും മോശവും എല്ലാം കണ്ട ജനതയല്ലേ ഇവിടെ ഉള്ളത്. അതായത് എന്താണ് ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ട ഗുണം?
ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ട കുറച്ച് ഗുണങ്ങൾ വിഷ്ണു പറഞ്ഞു. നേതൃത്വ പാഠവും വേണം. ആ നേതൃത്വ പാഠം ഉണ്ടെന്നുള്ള കാര്യം ഞാൻ തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. 2 പിന്നെ ആശയങ്ങളെ കൃത്യമായി മനസ്സിലാക്കി അതിൽ നിന്ന് വ്യതിചലിക്കാതെ പ്രവർത്തിക്കാനുള്ള ബോധ്യമുണ്ടാവണം. അത് അത്യാവശ്യം മനോഹരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് പ്രശ്നങ്ങളെ ചെയ്യാൻ ഏറ്റവും ചുരുങ്ങിയ സമയത്തിൽ അതിവേഗം ബഹുദൂരം അതിനെ പിന്നെ മുന്നോട്ട് അല്ല, കൊണ്ടുപോകാൻ സാധിക്കണം. അങ്ങനെ ഒരുപാട് അതിനേക്കാൾ എല്ലാം ഉപരി ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ടത് ജനത്തിന്റെ മനസ്സ് മനസ്സിലാക്കുക, ഒപ്പം നിന്നൊരു ആവശ്യം തിരിച്ചറിയുക എന്നുള്ളതും അല്ലെങ്കിൽ പറഞ്ഞു പറ്റിക്കാതിരിക്കുക എന്നുള്ള കാര്യങ്ങളുമാണ്. ഇപ്പം നിങ്ങൾ വിഷ്ണു ബിഗ് ബോസ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ബിഗ് ബോസിന്റെ ആദ്യത്തെ എപ്പിസോഡ്, അതായത് എനിക്കെതിരെ പുറത്ത് അതിഭീകരമായ ഹേറ്റ് ക്യാമ്പയിൻ നടക്കുന്നു, എന്നെ ആദ്യത്തെ ആഴ്ച തന്നെ പുറത്താക്കുമെന്ന് പറയുന്നു. ഇത് എനിക്ക് ഏറെക്കുറെ അറിയാമല്ലോ. കയറി പോകുന്നതിന് മുമ്പേ നമുക്ക് ഭയങ്കര ഹേറ്റ്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് നല്ല ഒരു 20 ദിവസം നിന്നിട്ടുള്ള ശമ്പളം പിടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോകുന്ന ആളാണ് ഞാൻ. ഫസ്റ്റ് വീക്കിൽ ആദ്യത്തെ ദിവസം എൻ്റെ കഴുത്തിലാണ് റെനീഷ മാല കൊണ്ടിടുന്നത്, ഒരു ഗുണ്ട് കൊണ്ടിടുന്നത്, ഈ ഗ്രനേഡ് പുറത്താക്കാൻ. അപ്പം നാദറയും ഞാനും തമ്മിലുള്ള ഫസ്റ്റ് ടാസ്ക്, എനിക്ക് വേണമെങ്കിൽ ഞാൻ ജയിച്ച് നാദറെ തോൽപ്പിക്കാൻ ശ്രമിക്കാം. നാദറ എൻ്റെ ഒപ്പം നിന്നപ്പോൾ ഞാൻ നാദറയോട് പറഞ്ഞത്, നമ്മളൊരു ടീമാണ്, പരസ്പരം നമ്മളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയാണ് ബിഗ് ബോസ് പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ തമ്മിലടിച്ച് ഇല്ലാതാകുകയും ഈ ഗെയിം അവസാനിച്ച്, അതായത് ഒരിക്കലും പൂർത്തീകരിക്കപ്പെടാൻ പാടില്ല, ഈ മതിലൊരിക്കലും പൂർത്തീകരിക്കപ്പെടാൻ പാടില്ല. അതിന് പരസ്പരം തമ്മിലടിക്കണം. ബാക്കി എല്ലാവരും പരസ്പരം തമ്മിലടിച്ചു. തമ്മിലടിക്കാത്ത ഒരേ ഒരു ടീം അഖിൽമാരാരുടെയും നാദറയുടെയും ടീമായിരുന്നു. അതിന്റെ കാരണം തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറായതുകൊണ്ട്. ഞാൻ തോറ്റു കൊടുക്കാൻ ഞാൻ പറഞ്ഞു, നാദറ ഞാൻ തോറ്റു തരാം, പക്ഷെ നമ്മൾ തമ്മിലടിക്കാൻ പാടില്ല, നമ്മളെ ടീം ജയിക്കണം. അപ്പൊ ആ തീരുമാനം ഞാൻ എടുത്തപ്പോൾ എന്റെ ടീം ജയിച്ചു. അപ്പൊ ഈശ്വരൻ എന്ത് തന്നു? എന്നെ ക്യാപ്റ്റൻസിയിലേക്ക് മത്സരിക്കാനുള്ള ഒരു അവസരം തന്നു. കാര്യം നമ്മുടെ നന്മ അവിടെ ജനം തിരിച്ചറിഞ്ഞു. നമ്മൾ ക്യാപ്റ്റൻസി മത്സരിച്ചു, അവിടെ പെർഫോം ചെയ്ത് വിജയിച്ചു. ഹാപ്പി ദാറ്റ് അങ്ങനെ ഒരു ഗെയിം മെട്രിക്സ് മെട്രിക്സ് അല്ല, അത് മൈൻഡ് സെറ്റ് ആണ്. മൈൻഡ് സെറ്റ് ഒപ്പമുള്ള ഒരാളുടെ ബുദ്ധിയൊക്കെ ഉണ്ടെന്ന്. ശകരബുദ്ധിയല്ല, ഞാൻ ബിഗ് ബോസ് കണ്ടിട്ടില്ല. ഞാൻ അതെന്റെ സ്വഭാവമാണ്. അവിടെ നാദറ ജയിച്ചോട്ടെ എന്ന് കരുതുന്നത് എന്റെ സ്വഭാവത്തിന്റെ ഭാഗമാണ്. ഇനി 2 പക്ഷെ അഖിൽ ഓരോന്നും ഇറങ്ങാൻ പോകുന്ന ഒരാളെ ആക്ഷേപിച്ച് ഞാൻ ബിഗ് ബോസിൽ സംസാരിക്കില്ല. ഞാൻ അത് വിടുന്നു. ഈ പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ ഇനി നേരിടേണ്ടി വരുന്നത്, ഇപ്പോ മഴ പെയ്യുന്നു, ക്ലൈമാറ്റിക് ചേഞ്ച് കൊണ്ട് പെട്ടെന്ന് ഒരുപാട് നെൽകർഷകർ പ്രശ്നത്തിൽപ്പെട്ട് ബുദ്ധിമുട്ടി, അവർക്ക് ഇനി എന്താണ് അടുത്ത സഹായം സാമ്പത്തികപരമായി, അല്ലെങ്കിൽ ഈ നെല്ലിനെ എങ്ങനെ സംഭരിക്കണം എന്നൊക്കെ ചോദിച്ചിട്ടായിരിക്കും അഖിലിന്റെ അടുത്തേക്ക് വരിക. അവിടെ ഈ ബിഗ് ബോസും ബോംബും കളിയും ടാസ്കും ഒന്നും ഇല്ലല്ലോ. അത് വിടും. ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട്. എന്നോട് ചോദിക്കുക ഏതൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. ഞാൻ കർഷക ഭവനിൽ ഒരു അല്ല ഞാൻ പറയുന്നത്, അപ്പൊ ഇതിനെയൊക്കെ അഭിമുഖീകരിക്കേണ്ടതില്ല. അല്ലെങ്കിൽ നാളെ കുടിവെള്ള പ്രശ്നം വരും, ട്രാഫിക് ബ്ലോക്ക് വരും, ചിലപ്പോ ഒരു കൊലപാതക പരമ്പര വരാം അവിടെയൊക്കെ, അല്ലെങ്കിൽ ചിലപ്പോ ഒരു പെൺകുട്ടി ആക്രമിക്കപ്പെടാം. ഒരു വിഷയം ചോദിക്കും, കൃഷിയുടെ കാര്യം ചോദിച്ചില്ലേ. ഞാൻ സ്വന്തമായി കൃഷി ചെയ്ത, അത് കരിങ്കോഴി കൃഷി ആയിക്കോട്ടെ, ഏത്തവാട കൃഷി ആയിക്കോട്ടെ, വെണ്ട ആയിക്കോട്ടെ, എന്ന് വേണ്ട നെൽകൃഷി ചെയ്യാൻ ഞങ്ങളുടെ നാട്ടിൽ നെൽകൃഷി ചെയ്യാനുള്ള സ്പേസ് ഇല്ല. നെൽകൃഷി ഒഴിച്ച് ഒരുവിധപ്പെട്ട ചീനി ഉൾപ്പെടുത്ത എല്ലാ കൃഷികളും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ഒരു കർഷകനുണ്ടാവുന്ന എല്ലാ ബുദ്ധിമുട്ടും എനിക്കറിയാം. ഞാൻ എൻ്റെ വണ്ടിക്കകത്ത് കൊലയും എടുത്തിട്ടുള്ള ഒരു കടയെ കൊണ്ട് ചെന്നിട്ട്, കടയിൽ നമ്മൾ ഈ കൊല വേണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഈ കടക്കാരൻ ഇത് വേണ്ട, ഇതുവരെ കെട്ടിത്തൂക്കിയിട്ട കൊലകൾ, അവിടെ പഴുത്ത് കരിഞ്ഞുണങ്ങി നിൽക്കുന്ന കൊലകൾ ചൂണ്ടിക്കാണിച്ചുണ്ടെങ്കിലേ ഇത് നമുക്ക് എടുക്കാൻ ഇപ്പോൾ പറ്റത്തില്ല, കാര്യം വിറ്റു പോകുന്നില്ല എന്ന് പറയുമ്പോൾ, കൃഷിഭവനിൽ അല്ലെങ്കിൽ നമ്മൾ രാവിലെ വെളുപ്പാങ്കാലത്ത് വിപണിയിൽ നമ്മൾ കൊടുത്ത് ഇത് വെളുപ്പിനെ അവിടെ നിന്ന് വിറ്റ് പറയുന്ന വിലയ്ക്ക് ഇത് വിറ്റ് കൊടുക്കുമ്പോൾ, ഒരു വാഴയുടെ കന്ന് 10 രൂപയ്ക്ക് വാങ്ങിയിട്ട് ഇത് 2 ആഴ്ച കഴിയുമ്പോൾ തൊട്ട് ആദ്യത്തെ വളവും നമ്മൾ ചെയ്തു തുടങ്ങി, ഇത് ആദ്യത്തെ മുള പൊട്ടി കഴിയുമ്പോൾ തൊട്ട് വളവും ചെയ്തു തുടങ്ങി, മക്കളെ നോക്കുന്ന കണക്ക് വാഴ നോക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഫുൾ ടൈം ഞാൻ ഈ വാഴയുടെ പോയി നിന്നിട്ട് ഒരു കുഞ്ഞില കരിഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കട്ട് ചെയ്ത് കളയും. അങ്ങനെ നമ്മൾ ഒരു 9 മാസം കൊണ്ട് ഒരു ഏത്തക്കൊല നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്ക് അതിനകത്തുനിന്ന് മാക്സിമം പോയ 9 കിലോ 10 കിലോ ഏത്തക്കൊല കിട്ടും. ഈ 10 കിലോ ഏത്തക്കൊല ആ വാഴ അതേ കണക്ക് നോക്കി നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്ക് ചിലവായിട്ട് വരുന്നൊരു തുകയുണ്ട്, നമ്മൾ വിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന തുകയുണ്ട്. പക്ഷേ ഈ കർഷകന് കിട്ടുന്നതിനെക്കാട്ടി ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്നത് കൃത്യസമയത്ത് വിറ്റുപോയാൽ കച്ചവടക്കാരനാണ്. കാര്യം നമുക്ക് 42 രൂപയ്ക്കോ 43 രൂപയ്ക്കോ വിൽക്കാൻ പറ്റുന്ന ഒരു കൊല കടക്കാരൻ വിൽക്കുന്നത് 60 രൂപയ്ക്കോ 65 രൂപയ്ക്കോ ആണ്. നമുക്ക് ഈ 42 രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ 9 മാസത്തെ നമ്മുടെ കഷ്ടപ്പാടാണ് ഈ 42 രൂപ എന്ന് പറയുന്നത്. 6 മാസം കൊണ്ട് ഏത്തവാഴ കൊലയ്ക്കും. ചിലത് 6 കഴിയും. കൃത്യമായിട്ട് നോക്കിയാൽ ചില കിൻഡൽ വാഴയ്ക്ക് പക്ഷെ കട്ടി ഉണ്ടാവത്തില്ല, ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മൾ നല്ല നാടൻ വാഴക്കൊലയായിരിക്കും നമ്മളുണ്ട്. അതുകൊണ്ടാണ് 8 കിലോ 9 കിലോ എന്ന് ഞാൻ പറഞ്ഞത്. 15 കിലോ 18 കിലോയുടെ ഒക്കെ ഏത്തവാഴ ഉണ്ട്. പക്ഷെ അത് നമുക്ക് പ്രയോജനപ്പെടത്തില്ല, ആൾക്കാർക്ക് ടേസ്റ്റ് ഉണ്ടാവത്തില്ല. ഒരു മരുന്ന് പോലും ഞാൻ അടിക്കത്തില്ല. അതായത് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഈ തണ്ടുതുരപ്പൻ എന്ന് പറയുന്ന സാധനമുണ്ട്, ഈ പിണ്ടി തിന്നും. ഈ പിണ്ടി തിന്നു കഴിഞ്ഞാൽ വാഴയുടെ നട്ടല്ലാന്നല്ലോ പിണ്ടി എന്ന് പറയുന്നത്. ഇത് ഇല്ലാതെ കഴിഞ്ഞാൽ വാഴ ഒടിഞ്ഞു വീഴും. അപ്പൊ നമ്മൾ ഓരോ വാഴയിലും പോയി, സാധാരണ എല്ലാവരും ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ ഫുള്ള് നിന്റെ മണ്ടയ്ക്കൂടെ മരുന്നടിക്കും. ഏത് ഏത്തവാഴ കർഷകനും ചെയ്യുന്നത്, കാരണം തപ്പി കണ്ടുപിടിക്കുന്ന എളുപ്പമല്ലോ. എനിക്ക് 650 ഏത്തവാഴ ഉണ്ട്. ഞാൻ ഓരോ വാഴ, അതാ ഞാൻ പറഞ്ഞത്, മക്കളെ നോക്കുന്ന കണക്ക് വാഴ നോക്കിയ ഒരാളാണ് ഞാൻ. എന്ന് വെച്ചാൽ എല്ലാ വാഴയിലും ചെന്ന് ഇതിന്റെ തണ്ട് മൊത്തം നിന്ന് തടവി നോക്കി, എവിടെങ്കിലും ഒരു കറുത്ത പാടുണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അവിടെ മാത്രം മരുന്നടിക്കും. അത് എന്തെന്ന് വെച്ചാൽ നമ്മൾ രാസമരുന്നുകൾ ഉപയോഗിക്കാതെ, കെമിക്കൽസ് ഉപയോഗിക്കാതെ നല്ല പ്യൂറായിട്ട് ഇത് എടുക്കണം.
ബ്രോയിലർ കോഴികൾ എൻ്റെ കുടുംബം കഴിക്കണ്ട എന്ന് കരുതിയിട്ട് നാട്ടുകാർക്കും ഞാൻ മറ്റേ കരിങ്കോഴി, ഈ അസീൽ എന്ന് പറയുന്ന ഇനമാണ് കരിങ്കോഴി. ഇത് 2016 കൃഷി ചെയ്ത ഒരാളാണ് ഞാൻ. അന്ന് കരിങ്കോഴിയെക്കുറിച്ചൊന്നും കേരളത്തിൽ അധികം ആൾക്കും അറിയില്ല. ഞാൻ നിർമ്മലാനന്ദഗിരി സ്വാമിയുടെ ഭയങ്കര വലിയ ഭക്തനായിരുന്നു. ഭക്തൻ എന്ന് വെച്ചാൽ ഭയങ്കര ആരാധകനായിരുന്നു. ഞാൻ അദ്ദേഹത്തെ ഭയങ്കര ഫോളോ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായ ഒരു ജീവിതം എങ്ങനെ സൃഷ്ടിച്ചെടുക്കാം എന്ന് കരുതി അതിൻ്റെ പിന്നാലെ പോയി അത് സ്വന്തം വീട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടാണ് തുടങ്ങിയത്. എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മണ്ടയിൽ 120 ഗ്രോ ബാഗ് ഉണ്ടായിരുന്നു. ഈ ഗ്രോ ബാഗിൽ നിന്നാണ് ഞാൻ വീട്ടിലേക്കുള്ള എല്ലാ പച്ചക്കറിയും കാര്യങ്ങളും മൊത്തം നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. ഇത് കൃഷിയെ പറ്റി ചോദിച്ചാൽ ഇനി രണ്ടാമത് മറ്റെന്തോ ഒരു കാര്യം ഞാനതൊക്കെ എക്സാമ്പിൾസ് ആയിട്ട് സെറ്റ് ആ, ചെയ്തതാണ്. അല്ല, അപ്പൊ എനിക്കൊരു കർഷകന്റെ ബുദ്ധിമുട്ട് എനിക്ക് വളരെ കൃത്യമായിട്ട് അവൻ വന്ന് പ്രശ്നം പറയുമ്പോൾ എനിക്കിത് മനസ്സിലാവും. പിന്നെ പൈപ്പിൽ കുടിവെള്ളത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, 5ാം ക്ലാസ് തൊട്ട് 7ാം ക്ലാസ് വരെ താമസിച്ച എൻ്റെ വീട്ടിൽ കിണറ്റിൽ വെള്ളമില്ല. എനിക്ക് ഞാൻ ഈ ക്രിക്കറ്റ് കളിക്കുമ്പോൾ എനിക്ക് നല്ല പേസ് എറിയാൻ പറ്റുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്നെന്ന് പറയുന്നത്, ഞാൻ ഏകദേശം ഒരു 200-300 മീറ്റർ ദൂരെയുള്ള ഈ പഴയ പൈപ്പ് ഉണ്ടല്ലോ, റോഡ് സൈഡിലെ പഞ്ചായത്ത് പൈപ്പ്, അടിക്കുന്നത് അടിക്കുന്നതല്ല, അത് നോർമൽ നമ്മളിങ്ങനെ മേളിലോട്ട് പൊക്കിയാൽ മതി, അതിൽ നിന്ന് വെള്ളം വരുന്ന ടൈപ്പ്. ഈ പൈപ്പിൽ പോയി എല്ലാ ദിവസവും രാവിലെ സ്കൂളിൽ പോകുന്ന ട്യൂഷന് പോകുന്നതിന് മുമ്പ് ഞാനും അമ്മയും കൂടെ, ഞാൻ 2 ബക്കറ്റും 2 കയ്യിലും പിടിച്ച് ഞങ്ങളെ വീട്ടിലിരിക്കുന്ന ഇതിനകത്ത് കൊണ്ടുവച്ച് നിറച്ച് അല്ലെങ്കിൽ ലോറിയിൽ നിന്ന് വെള്ളം ജീവിച്ചവനാണ് 3 വർഷം. ഇതെല്ലാം വാടക വീടുകളാണ്. അവിടെ എനിക്കിങ്ങനെ പല സ്ഥലങ്ങളിൽ ജീവിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് കുടിവെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഒരാൾ പറഞ്ഞാൽ ഇത് എനിക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. ഇന്ന് നിങ്ങൾ നമ്മുടെ സമൂഹം നേരിടുന്ന ഓരോ വഴിയോര കച്ചവടക്കാരൻ്റെ ബുദ്ധിമുട്ട് പറയാൻ എനിക്ക് എളുപ്പമാണ്. ഞാൻ തെങ്കാശിയിലും മറ്റു പല സ്ഥലങ്ങളിലും പോയി, തേനിയിലും ഒക്കെ പോയിട്ട് തേങ്ങ കരുനാഗപ്പള്ളിയിലേ കിട്ടത്തുള്ളൂ, മാങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് പോകും. ഈ മാങ്ങ എടുത്തുകൊണ്ട് റോഡ് സൈഡിൽ കൊണ്ടൊരു കച്ചവടം ചെയ്യും. ഇപ്പം പൈനാപ്പിൾ തോട്ടത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് പൈനാപ്പിൾ എടുത്തുകൊണ്ടൊന്ന് കച്ചവടം ചെയ്യും. അപ്പോൾ അവൻ ഒരു വഴിയോര കച്ചവടക്കാരൻ്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം. ഇനി ഒരു പെട്ടിക്കട നടത്തുന്നവൻ്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം. കാര്യം ഞാൻ പെട്ടിക്കട നടത്തിയിട്ടുള്ള ഒരാളാണ്. 20 പൈസയുടെ വില എനിക്കറിയാം. കാര്യം ഒരു സിഗരറ്റ് വിറ്റാൽ അന്നത്തെ കാലത്ത് കിട്ടുന്ന ലാഭം 20 പൈസയായിരുന്നു. 3 രൂപ 30 പൈസയ്ക്ക് മേടിക്കുന്ന ഒരു സിസർ ഫിൽറ്റർ 3.5 രൂപയ്ക്കാണെന്ന് വിൽക്കുന്നത്. 20 പൈസയാകുമ്പോൾ ഒരു സിഗരറ്റിന് കിട്ടുന്നത്. അപ്പോൾ ഒരുത്തൻ വന്ന് നമ്മുടെ അടുത്ത് 20 പൈസയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു കച്ചവടം ചെയ്യുമ്പോൾ 10 പേര് വരുമ്പോൾ നമുക്ക് 2 രൂപ ലാഭം, 20 പേര് വരുമ്പോൾ 4 രൂപ ലാഭം. അപ്പോഴാണ് ഒരുത്തൻ വന്ന് കടം പറയുന്നത്. 20 സിഗരറ്റ് വിൽക്കുമ്പോഴാണ് 4 രൂപ കിട്ടുന്നത്. അപ്പോൾ 21ാമതോ വന്നിട്ട് അളിയാ പൈസ എത്ര അളിയാ എന്ന് പറഞ്ഞാൽ നഷ്ടം. അതുകൊണ്ട് ഈ ഓരോ 20 പൈസയുടെയും ലാഭം എനിക്കറിയാം. അതെങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ ബാധിക്കുന്നത് എനിക്കറിയാം. ഇങ്ങനെ വിഷ്ണു ഓരോന്ന് ചോദിക്കാൻ തുടങ്ങിയാലും ഇന്നത്തെ കേരളത്തിലെ ഒരു രാഷ്ട്രീയക്കാരന്മാർക്കും പറയാനില്ലാത്ത ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരാളാണ് ഞാൻ. അതിന് എന്തും ചോദിച്ചോ. ഷെയർ മാർക്കറ്റിന്റെ ബുദ്ധിമുട്ട് ചോദിക്കണോ? 13 വർഷം കൊണ്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അല്ല, അത് പെട്ടെന്ന് അങ്ങനെ സാധാരണക്കാരനെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല, ഞാൻ മനസ്സിലാക്കുന്നത്. സാധാരണക്കാരന് മാത്രമല്ല ജീവിതം വിഷ്ണു. ശരിയാണ്. ഇവിടെ 1.5 കോടി രൂപയുടെ ഡിഫൻഡറും കൊണ്ട് പോകുന്ന ഒരുത്തൻ 70 ലക്ഷം രൂപ GST, റോഡ് ടാക്സ് ഇതെല്ലാം അടച്ചവനല്ലേ? അവനെന്താ ബുദ്ധിമുട്ടില്ലേ? അവൻ രക്ഷപ്പെട്ടു പോയതൊരു തെറ്റാണോ? അവൻ അധ്വാനിച്ച് മാനേജ്മെന്റ് അറിയാം. ഇത് ഭാഗ്യം എന്താണെന്നറിയോ? ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. അപ്പൊ രക്ഷപ്പെട്ടവന്റെ ബുദ്ധിമുട്ടും അറിയാം. അപ്പൊ ഈ എറണാകുളത്തെ ഇവിടുത്തെ ഏത് വിഭാഗത്തിൽപ്പെട്ടൊരു ജനത എന്നോട് ചോദിച്ചാൽ എനിക്കിത് അറിയാം.